ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഡാർക്ക് മൂണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഏത് കാര്യം അറ്റൻഡ് ചെയ്താലും അത് സക്സസ് ആവാതെ തിരിച്ചു വരുന്നൊരു സ്വഭാവം ഞങ്ങൾക്കില്ല. ഈ പ്രേതാത്മാവെന്ന് പറഞ്ഞാൽ ഇനി പ്രേതാത്മാവാണെങ്കിലും എന്ത് തന്നെയായിരുന്നാലും ഞങ്ങളത് അറ്റൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഇവിടെ ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങൾ പകുതിക്ക് ഉപേക്ഷിച്ച് തിരിച്ചു പോരേണ്ടി വന്നു. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നിയ ഒരു വിഷയമാണ്. ഒരു 10-13 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു പെൺകുട്ടിയിൽ പ്രേതാത്മാവ് കൂടി എന്ന് പറഞ്ഞ് ആ വീട്ടിലുള്ളവരെല്ലാം ചെങ്ങലക്കിട്ട് വെച്ചേക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. ഒരു ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ കാണാൻ ചെന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, എടാ ഒരു സെൻസിറ്റീവ് ഏരിയയാണ്, കൈകാര്യം ചെയ്യുന്നത് ഇച്ചിരി അപകടം പിടിച്ചൊരു വിഷയമാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും. അത് മതപരമായും വിശ്വാസപരമായൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാക്കാം. വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നു, കടൽക്കരയാണ്, കടൽ തീരമാണ്. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പം ഒരു 10-13 വയസ്സുള്ള ഒരു പെങ്കൊച്ച് അവിടുത്തെ ജനലിൻ്റെ കമ്പിയെല്ലാം വലിച്ച് വളച്ച് വെച്ചേക്കുകയാണ്. എനിക്ക് വളരെയധികം അതിശയം തോന്നി. കാരണം ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഒരു അതിശയോക്തി പറയാമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഓണത്തിന് വലിക്കുന്ന വടത്തിന് ആ കൊച്ചിനെക്കാട്ടിയും വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. മീൻസ് ഒരു ഇത് പറഞ്ഞതാണ്. അത്രയ്ക്ക് ആരോഗ്യം കുറഞ്ഞ ഒരു പെൺകുട്ടി. പക്ഷെ കയ്യിലൊക്കെ ചെങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരിയെ ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്നു കുറച്ച് ദിവസം. എന്നിട്ട് അവർ വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ നൽകിയിട്ടും ഈ കുട്ടിക്ക് ഈ അസുഖം ഭേദമായില്ല. ഡോക്ടർമാർ അവസാനം ഡിസ്ചാർജ് എഴുതി കൊടുത്തു. രോഗം ഒരു കുറവുമില്ലാതായപ്പം ഡിസ്ചാർജ് എഴുതി കൊടുത്തു. അങ്ങനെ വീട്ടിൽ വന്നേക്കുന്നതാണ്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടറെ കുത്തിരി പിടിച്ച് ചുമരെ ചേർത്ത് പൊക്കി നിർത്തിയെന്നാണ് പറയുന്നത്. ഈ ചെറിയ കൊച്ച് ചില സൈക്കാട്രിക് ഡിസോർഡറുകളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഈ സൈക്കാട്രിക് ഇഷ്യൂ ഉള്ളവർക്ക് ഇച്ചിരി പവർ കൂടുതലായിരിക്കും. അങ്ങനത്തെ ഒരു ഇഷ്യൂ. ഞങ്ങൾ ഈ കുഞ്ഞിനെ കാണാനായിട്ട് വീട്ടിൽ ചെന്നു സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെയാണ് അറിയിച്ചിട്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ അവിടുത്തെ പഞ്ചായത്തിലെ 1-2 പേര് ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു, അവിടുത്തെ വാർഡ് മെമ്പറൊക്കെ. അപ്പോൾ ഞാൻ വാർഡ് മെമ്പർ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചികിത്സ മീൻസ് പെർമനൻ്റായിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവർ ആരാധിക്കുന്ന ഒരു ദേവത എന്തുകൊണ്ട് അതിനെ കണ്ട് ഭയന്നതാണ്. പിന്നെ അതുമാത്രമല്ല, കഴിഞ്ഞ ഈ കുട്ടിക്ക് അസുഖം വരുന്നതിന് മുമ്പേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ കടലിൽ ഒരു പയ്യൻ മുങ്ങി മരിച്ചു. അത് ഇവരുടെ ഒരു ഫ്രണ്ടായിരുന്നു ഈ കൊച്ചിൻ്റെ. അപ്പം അതിൻ്റെ ആത്മാവ് കൂടിയതാണ് എന്നാണ് പറയുന്നത്. ഇവൾക്ക് ഫുട്ബോൾ കളിക്കണം, ആൺകുട്ടികൾ ചെയ്യുന്ന എല്ലാ മാനറിസമാണ് ഇവൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. ഞങ്ങൾ ചെന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ വീട്ടുകാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ രസിപ്പിച്ച 1-2 കാര്യങ്ങൾ ഈ കുട്ടി എന്നോട് പറയുകയുണ്ടായി. ഈ കുട്ടി ആദ്യം ഞങ്ങളെ ത്രെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഈ പാരനോർമൽ ഇൻസിഡൻറ്റുകളിൽ അതാദ്യം നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്തും. നമ്മളെ മെൻ്റൽ സ്ട്രെങ്ത്ത് കമ്മിയാണെങ്കിൽ നമുക്ക് പണി കിട്ടും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ കൊച്ചു ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ശരിക്കും പേടിപ്പിച്ചു ഈ കുട്ടി. ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി, പല വിഷയങ്ങൾ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് വാതിലൊന്ന് തുറക്കണം, എനിക്ക് ഈ കുട്ടിയോട് നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇവർ വിളിച്ചു. ഇവരുടെ ചുറ്റുവട്ടത്തുള്ള 3-4 ആണുങ്ങൾ വന്നു. കാരണം അല്ലാതെ ഈ കുട്ടിയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. നമ്മൾ ഈ കുട്ടിയെ എന്ത് ചെയ്തെന്ന്, അവർ വാതിലൊക്കെ തുറന്നപ്പോൾ കട്ടിലിനോട് ചേർത്ത് ഇത് കാലൊക്കെ ചേർത്ത് ചെങ്ങലയിട്ട് വെച്ചേക്കാണ്. ഞങ്ങൾ അടുത്ത് ചെന്നു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഒരു പെൺകൊച്ചല്ലേ. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൾ ഒരൊറ്റ പിടി പിടിച്ചിട്ടാണെങ്കിൽ ആ കട്ടിൽ ചടപടയെന്ന് പറഞ്ഞാണ് വലിഞ്ഞു നീങ്ങിയത്. അത്രയ്ക്കും സ്ട്രെങ്ത്തുള്ള പഴയൊരു കട്ടിൽ വലിച്ച് നീക്കി വെച്ചിട്ട് ഇവൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം, നീ എന്താ ഞങ്ങളെ ഒഴിവാക്കാൻ വന്നതാണോ? നിനക്ക് തോന്നുന്നുണ്ടോ ഈ കാര്യം ചെയ്യാൻ പറ്റുന്നു? ഇങ്ങനെയെങ്ങാനും നീ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ കുടുംബത്തെ ഞാൻ നശിപ്പിച്ച് കളയും, അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും എന്ന് പറഞ്ഞ് ഈ പ്രേത സിനിമകളിൽ കാണുന്ന പോലെ കുറേ ത്രെട്ടാണ് ഈ കൊച്ചു പറയാനിടയായി. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്ക് അവിടെ ഈ കൊച്ചിന് മരുന്ന് ഇവർ കൊടുക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മരുന്ന് കൊടുക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, മരുന്ന് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സാർ, കാരണം ഞങ്ങൾ കുറേ മരുന്ന് കൊടുത്തു, ഒരു വ്യത്യാസവും കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഞങ്ങൾ ഈ കട്ടിലിൻ്റെ പടികളിലൊക്കെ ഞാൻ നോക്കാൻ നേരം കുറേ ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ കൊച്ചിൻ്റെ കാലിലും കയ്യിലും കഴുത്തിലൊക്കെ ചരട് കെട്ടി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ചെങ്ങലയെ വിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം കുറേ ഭേദമുണ്ട്. പക്ഷേ എപ്പോഴാണ് ഈ കുട്ടിയുടെ ആത്മാവ് വരുന്നതെന്ന് അറിയത്തില്ല. അത് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഈ കൊച്ച് അപ്പം തന്നെ എഴുന്നേറ്റ് കടലിലേക്ക് പോക്കളയും. കടലിൽ പോയി നീന്തി കുളിക്കും. അവൻ മരിച്ച ആ സ്ഥലത്ത് പോയി ഇങ്ങനെ ചാടി കളിക്കുന്നു പറഞ്ഞു.
ഞങ്ങൾ കുറേ കാര്യങ്ങൾ ആ കുട്ടിയെപ്പറ്റി പഠിച്ചു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ അല്പം മാനസിക വിഷമം തോന്നിയെങ്കിലും, കാരണം ചില വിഷയങ്ങളിൽ ഞങ്ങൾക്ക് അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെയും അവരുടെ വീട്ടിലുള്ളവരുടെ എല്ലാം സഹകരണം ആവശ്യമാണ്. ഇതിനകത്തൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മരിച്ചുപോയവൻ്റെ വീട്ടുകാർ ഞങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കാരണം അവരുടെ മോൻ്റെ ആത്മാവാണ്, അവരൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ മാനസിക വിഷമത്തോടുകൂടി ഞങ്ങൾ ആ പ്രോജക്റ്റ് പകുതിക്ക് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോരേണ്ടി വന്നു. ഡാർക്ക് മൂണിൽ ഇത് ഒരു മാനസികമായി ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ച ഒരനുഭവമാണ്. കാരണം ഇങ്ങനെ ഇത്തരം കേസുകളിൽ സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ ഇവർ സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ മെഡിക്കൽ സയൻസിനോ ഒന്നും വിശ്വാസങ്ങളുടെ മേളിലൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.